المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മർത്തബകളെ സംബന്ധിച്ച്, ദറജകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഇഷ്ക് പറഞ്ഞതിന് ശേഷം ഷൗക്കിനെ സംബന്ധിച്ചാണ് അവസാനമായി സംസാരിച്ചത്. ഇനി ഇമാം അവറുകൾ പറയുന്നു, സുമ്മ തതയ്യും, പിന്നീട് സ്നേഹത്തിൻ്റെ അടുത്ത ദറജ തതയ്യുമാണ്. തതയ്യും എന്ന് പറഞ്ഞാൽ വഹുവ ആഖിറു മറാത്തിബിൽ ഹുബ്ബി, ഹുബ്ബിൻ്റെ മർത്തബകളിൽ, സ്നേഹത്തിൻ്റെ പടികളിൽ, അതിൻ്റെ ദറജകളിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് തതയ്യും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടുള്ള വിവക്ഷ വഹുവ തഅബ്ബുദുൽ മുഹിബ്ബി ലി മഹബൂബിഹി, മുഹിബ്ബ് അവൻ്റെ മഹബൂബിനെ, സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവന് എന്ത് ചെയ്യലാണ്? അവൻ്റെ അടിമയായിത്തീരുക, അവന് പൂർണ്ണമായി ഇബാദത്ത് അർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുക. യുഖാൽ, സാധാരണ ഭാഷയിൽ പറയലുണ്ട്, തയ്യമഹുൽ ഹുബ്ബു, സ്നേഹം അവനെ എന്ത് ചെയ്തു? അടിമയാക്കി മാറ്റി എന്ന് പറയും. ഒരാൾ വേറൊരാളോടുള്ള സ്നേഹം എന്ത് ചെയ്തു? അവനെ അവൻ്റെ അടിമയാക്കി മാറ്റി എന്ന് പറയും. സ്നേഹം അതിൻ്റെ അങ്ങേ തലക്കൽ അവസാന ഭാഗത്തെത്തുമ്പോൾ ഇതാ അബ്ബദഹു വമിൻഹു, അതിൽപ്പെട്ടാണ് തൈമുല്ല. തൈമുല്ല എന്ന് പറഞ്ഞാൽ ഐ അബ്ദുല്ല എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമ. വഹഖീഖത്തു തഅബ്ബുദ്, ഈ തഅബ്ബുദിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ദറജയിലേക്ക് എത്തുന്നത്? അത് അദ്ദുല്ലു വൽ ഖുദൂഉ ലിൽ മഹബൂബി, സ്നേഹിതനോടുള്ള വിനയവും അതേപോലെ തന്നെ തൻ്റെ നിസ്സാരതയുമെല്ലാം പ്രകടിപ്പിക്കലാണ്. അപ്പോൾ സ്നേഹിതന് മുന്നിൽ അങ്ങേയറ്റത്തെ ഒരു വിനയവും താഴ്മയും നിസ്സാരതയുമെല്ലാം കാണിക്കുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വമിൻഹു ഖൗലുഹും, അതിൽപ്പെട്ടതാണ് ഭാഷയിൽ പറയലുണ്ട് ത്വരീഖുൻ മുഅബ്ബദുൻ എന്ന് പറയും. ത്വരീഖുൻ മുഅബ്ബദുൻ എന്ന് പറഞ്ഞാൽ നടന്ന് കാൽ പതിഞ്ഞ് എന്ത് ചെയ്തിരിക്കുന്ന, രൂപപ്പെട്ടിരിക്കുന്ന വഴി, അതിന് ത്വരീഖുൻ മുഅബ്ബദുൻ എന്ന് പറയും. ഐ മുദല്ലലുൻ, ഇങ്ങനെ ചവിട്ടിപ്പതിഞ്ഞ വഴിക്കാണ്. ഖദ് ദല്ലലതുഹുൽ അഖ്ദാം, അതായത് ആ വഴി, ആ ഭൂമി എന്താക്കി മാറ്റി?
കാൽപാദങ്ങൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അതിനെ ഒരു നിന്ദ്യമായ അവസ്ഥയിലാക്കി, അല്ലെങ്കിൽ അതിനെ ഒരു പതിഞ്ഞ ഒരവസ്ഥയിലേക്ക് മാറ്റി. അപ്പോൾ ഫൽ അബ്ദു ഹുവല്ലദീ ദല്ല ലഹുൽ ഹുബ്ബു വൽ ഖുദൂഉ ലിമഹ്ബൂബിഹി. അപ്പോൾ ഒരു അടിമ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്നേഹിതനോട്, താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടുള്ളതായ അവൻ്റെ വിനയവും സ്നേഹവുമെല്ലാം അവനെ നിസ്സാരനാക്കിയിരിക്കുകയാണ്. ആ സ്നേഹിതൻ്റെ മുന്നിൽ വളരെ വിനയാന്വിതനാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിഹാദ കാനത്ത് അഷ്റഫു അഹ്വാലിൽ അബ്ദി വ മഖാമാതിഹി ഫിൽ ഉബൂദിയ്യ. ഒരു അടിമയുടെ ഏറ്റവും സവിശേഷമായ അവസ്ഥ, ഏറ്റവും വിശിഷ്ടമായ ശ്രേഷ്ഠത നിറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ ഉബൂദിയ്യത്തിൻ്റെ അവസ്ഥയാണ്. ഫലാ മൻസില ലഹു അഷ്റഫു മിൻഹ. ഒരു അടിമക്ക് അതിനേക്കാൾ വിശിഷ്ടമായ ശ്രേഷ്ഠമായ ഒരു സ്ഥാനവും കൈവരിക്കാനില്ല. ഒരടിമ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനായി മാറുന്നത് അവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ പറയുന്ന ഉബൂദിയ്യത്തിൽ ആയിത്തീരുമ്പോഴാണ്. അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം. അതുകൊണ്ട് തന്നെ വഖദ് ദക്കറ അല്ലാഹു സുബ്ഹാനഹു അക്റമൽ ഖൽഖി അലൈഹി വ അഹബ്ബഹും ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ അവൻ ഏറ്റവും ആദരണീയനായ, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ വഹുവ റസൂലുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ ബിൽ ഉബൂദിയ്യത്തി ഫി അഷ്റഫി മഖാമാതിഹി, ആ നബിയുടെ ഏറ്റവും വിശിഷ്ടമായ ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ പറയുന്നിടത്ത് ഈ ഉബൂദിയ്യത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സവിശേഷമായ സ്ഥാനങ്ങൾ പറയുന്നിടത്ത് നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിഫത്തുകൾ കൊണ്ടോ അല്ല എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. ഈ ഉബൂദിയ്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ളതായ ആ ഒരു നിസ്സാരതയുടെ അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ദർജയായ ഈ പറയുന്ന തതയ്യും അല്ലെങ്കിൽ തഅബ്ബുദ്, അതിനെയാണ് എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. ഏതാണ് ഇങ്ങനെയുള്ള സ്ഥാനം? വഹിയ മഖാമുദ്ദഅവതി ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വേളകൾ അല്ലെങ്കിൽ ഇബാദത്ത് അർപ്പിക്കുന്ന വേള, അത് ഏറ്റവും മഹത്തായ ഒരു മഖാമാണ്, സ്ഥലമാണ്. അതുപോലെ മഖാമു തഹദ്ദി ബിൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ നിഷേധിച്ച ആളുകളോട് വെല്ലുവിളി നടത്തുന്ന ഒരു സ്ഥലം. മഖാമുൽ ഇസ്രായി, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച വളരെ വിശിഷ്ടമായ സമയം. ഈ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന തഅബ്ബുദ് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമ എഴുന്നേറ്റ് നിന്ന് ഇതായ സന്ദർഭം, യദ്ഉഹു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഇബാദത്ത് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന സമയം. അതായത് മരുഭൂമിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും യാത്രാമധ്യേ എന്ത് ചെയ്തു, ഒരു താഴ്വരയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത സമയത്ത് കാദു യകൂനൂന അലൈഹി ലിബദ, ജിന്നുകൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ തിരക്ക് കൂട്ടിക്കൊണ്ട് ഇത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുമാറായി. അപ്പോൾ ഇത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത് ഖാമ അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്ത് ചെയ്തപ്പോൾ, എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നാണ് പറഞ്ഞത്. വഖാൽ, അതേപോലെ തന്നെ വീണ്ടും അള്ളാഹു പറയുന്നു വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അബ്ദിൻ്റെ മേൽ നാം ഇറക്കിയതിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി, അതിന് തുല്യമായ ഒരു സൂറത്തിനെ നിങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞൊരു വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് നുബുവത്തിന് നിഷേധിക്കുന്നവരോട് ഒരു വെല്ലുവിളി ഉയർത്തുന്ന സമയത്തും നമ്മുടെ അടിമയുടെ മേൽ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ വഖാൽ, വീണ്ടും അല്ലാഹു പറയുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചവനായ അള്ളാഹു, അവൻ പരിശുദ്ധനായിരിക്കുന്നു. അപ്പോൾ അവിടെയും ഈ അബ്ദ് എന്നുള്ളതായ
വിശേഷണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരു അടിമക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ മഖാമാണ്, സ്ഥാനമാണ് എന്ത്, ഈ പറയുന്ന തതയ്യും എന്നുള്ള ഈ തഅബ്ബുദിന്റെ സ്ഥാനം. അതേപോലെ ഫി ഹദീസി ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം, ഇദ്ഹബു ഇലാ മുഹമ്മദിൻ, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുക. അബ്ദുൻ ഗഫറല്ലാഹു ലഹു, അബ്ദുൻ ആരാണത്? അതായത് ജനങ്ങൾ ഒരു ശുപാർശ പറയാൻ, ഹിസാബ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശ അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരുടെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മാറി മാറി പോവുകയാണ്. അപ്പോൾ അവരോട് പറയപ്പെടുകയാണ്, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോവുക. കാരണം എന്താണ്? അബ്ദുൻ, മുഹമ്മദ് നബി ഒരു അബ്ദാണ്. ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അള്ളാഹു കഴിഞ്ഞതും വരാനുള്ളതുമായ മുന്തിയതും പിന്തിയതുമായ എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുത്തിരിക്കുന്നത് അബ്ദാണത്. അപ്പോൾ ഫനാല മഖാമ ഷഫാഅത്തി ബികമാലി ഉബൂദിയ്യത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉബൂദിയ്യത്തിന്റെ സമ്പൂർണ്ണത കൊണ്ടാണ് ഈ ശുപാർശയുടെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തത്, കരഗതമായത്. വകമാലി മഗ്ഫിറത്തില്ലാഹി ലഹു, അള്ളാഹു സമ്പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരിക്കുന്ന പാപമോചനത്തിന്റെ ഭാഗമായിട്ടും. അപ്പോൾ ഇവിടെ ഈ തതയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സ്നേഹത്തോടുകൂടി ഗായത്തുദ്ദുല്ല്, അങ്ങേയറ്റത്തെ നിസ്സാരത അല്ലെങ്കിൽ എളിമ, വിനയം, അതും കൂടി കൂടിച്ചേരുന്നതായ ആ അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുക, ഈ പറയുന്ന തതയ്യും എന്ന് പറയുക. ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതനാണ്, അവൻ്റെ മുന്നിൽ എളിമയുള്ളവനാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പവർ കൊണ്ടോ മറ്റൊക്കെ ആകാം. അദ്ദേഹത്തോട് സ്നേഹമില്ലെങ്കിൽ അതിനെന്തെന്ന് പറയൂല, ഈ പറയുന്ന തഅബ്ബുദിൻ്റെ മഖാമല്ലാതെ. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹമുണ്ട്, വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇത് സ്നേഹമാണ്. അവിടെ ഈ പറയുന്ന എന്തു വരുന്നില്ല, ഈ ഗായത്തുദ്ദുല്ല് വരുന്നില്ല, അങ്ങേയറ്റത്തെ വിനയമോ അതല്ലെങ്കിൽ ഈ പറയുന്ന നിസ്സാരതയോ അവൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അതെന്തല്ല തഅബ്ബുദിൻ്റെ മഖാദ്. ഇത് രണ്ടും കൂടിച്ചേരുന്നിടത്താണ് എന്ത്, അതിനാണ് ഇബാദത്ത് ആയിത്തീരുന്നത്. അപ്പോഴാണ് ഇത് എവിടെയാണോ കൂടിച്ചേരുന്നത് അപ്പോഴാണത് ഇബാദത്തായി മാറുന്നത്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വല്ലാഹു സുബ്ഹാനഹു ഖലഖൽ ഖൽഖ ലിഇബാദതിഹി വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു മനുഷ്യരെ സൃഷ്ടികളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്ഥാനമായ ഈ പറയുന്ന തതയ്യും അത് കരഗതമാകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടികളെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ ആ വിഷയത്തിൽ ഒരു പങ്കാളികളുമില്ല. അല്ലത്തി ഹിയ അക്മലു അൻവാഇൽ മഹബ്ബ, അതായത് ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് മഹബ്ബത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും സമ്പൂർണമായത്. മഅ അക്മലി അൻവാഇൽ ഖുദൂഇ വദ്ദുല്ല, വിനയത്തിൻ്റെയും അതേപോലെ തന്നെ താഴ്മയുടെയും ഇനങ്ങളിൽ സമ്പൂർണമായ ആ വിനയത്തിനോട് കൂടെ ഈ മഹബ്ബത്ത് കൂടിച്ചേരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇബാദത്ത് എന്ന് പറയുന്നത്. വഹാദാ ഹുവ ഹഖീഖത്തുൽ ഇസ്ലാം, അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യവും. വമില്ലത്തു ഇബ്രാഹീം, അതിനാണ് മില്ലത്തു ഇബ്രാഹീം എന്ന് പറയുന്നത്. അല്ലതീ മൻ റഗിബ അൻഹാ ഫഖദ് സഫിഹ നഫ്സ, ആ മില്ലത്ത് ഇബ്രാഹീമിനോട് ആരാണോ വിമുഖത കാണിക്കുന്നത്, അതിനോട് ഒരു വിരക്തി അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കുന്നവൻ ആരാണോ അവൻ അവൻ്റെ സ്വന്തം നഫ്സിനോട് എന്ത് ചെയ്തിരിക്കുന്നു, അവൻ നഫ്സിനെ തന്നെ വഞ്ചിച്ചവനാണ്, അതിനോട് അവൻ സഫീഹായി മാറിയവനാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കുന്നവനല്ലാതെ ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ എന്ത് ചെയ്യുന്നില്ല, വെറുക്കുന്നില്ല. ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ വിട്ട് ആരാണോ, അതിനോട് വിമുഖത കാണിക്കുന്നവൻ ആരാണോ അവൻ അവൻ്റെ നഫ്സിനെ തന്നെ വിഡ്ഢിയാക്കിയവനാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, അല്ലാഹു ദുനിയാവിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, ആഖിറത്തിൽ ഇബ്രാഹിം സ്വാലിഹീങ്ങളിൽപ്പെട്ടവനുമായിരിക്കും. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം,
അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് മുസ്ലിമാകൂ എന്ന് പറഞ്ഞു. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. വവസ്സാ ബിഹാ ഇബ്രാഹിമു, ഈ പറയുന്ന ഇസ്ലാമിനെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നു? അതായത് ഈ പറയുന്ന തതയ്യുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തഅബ്ബുദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം വസിയ്യത്ത് ചെയ്തു ബനീഹി, തൻ്റെ മക്കളോട് ഈ ഇസ്ലാം മുറുകെ പിടിക്കാൻ, അതായത് ഈ മില്ലത്ത് ഇബ്രാഹിം മുറുകെ പിടിക്കാൻ, ഈ പറയുന്ന തതയ്യും മുറുകെ പിടിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളോട് എന്ത് ചെയ്തു? വസിയ്യത്ത് ചെയ്തു. യാക്കൂബ്, അതേപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാമും ഇസ്രായീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? വസിയ്യത്ത് ചെയ്തു. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലയോ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ദീൻ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. അം കുന്തും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യഅഖൂബ് അലൈഹിസ്സലാമിന് മരണം വന്നപ്പോൾ നിങ്ങൾ അതിന് സാക്ഷികളായിരുന്നോ? അതല്ല, നിങ്ങൾ അതിന് സാക്ഷികളായിരുന്നോ? ഇത് ഖാല ലിബനീഹി, അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം, മാ തഅബുദൂന മിൻ ബഅദി. അപ്പോൾ ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇസ്ലാം കൊണ്ട് ഇബ്രാഹിം അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തല്ലോ, അത് ഈ പറയുന്ന ഇബാദത്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഇമാം ഇബ്നുൽ ഖയ്യിം. അതാണ് ഉദ്ദേശിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ഹാജരായപ്പോൾ തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മക്കളോട് ഈ ഇസ്ലാമിനെ എന്ത് ചെയ്തു? വസിയ്യത്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വസിയ്യത്ത് പറഞ്ഞു, എന്നിട്ട് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ വസിയ്യത്ത് പറയുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം മരണമാസന്നമായപ്പോൾ തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുക? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ താങ്കളുടെ ഇലാഹിന്, താങ്കൾ ആർക്കാണോ ഇബാദത്തുകൾ അർപ്പിച്ചത്, താങ്കളുടെ പൂർവ്വപിതാക്കളുടെ ഇലാഹിന്, അതായത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, അവരുടെ എല്ലാം ഏകനായ ആരാധ്യനായിരിക്കും ഞങ്ങളുടെ ഇബാദത്ത് ഞങ്ങൾ സമർപ്പിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, അവന് ഞങ്ങൾ കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളായിരിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ പറയുന്ന ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം അർപ്പിക്കലാണ്. അതായത് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ദറജയാണ് എന്നർത്ഥം. അത് വലിഹാദ, അതുകൊണ്ട് തന്നെ കാന അഅ്ദമ ദുനൂബി ഇൻദല്ലാഹി അശ്ശിർക്കു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം എന്തായി മാറി? ശിർക്കായി മാറി. അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് ഈ ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന ശിർക്ക് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപമായി മാറി. വല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിന് എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കൂല. വിഭജിച്ചാൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കും. തൗബ ചെയ്യാതെ മരണപ്പെട്ടാലും, മദ്യപിച്ചാൽ പുറത്തു കൊടുത്തേക്കും, പലിശ വാങ്ങിച്ചാൽ പുറത്തു കൊടുത്തേക്കും, ഏത് വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു കൊടുത്തേക്കും. പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടോ അവന് പിന്നെന്തില്ല? മഗ്ഫിറത്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും കഠിനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ എന്ത് ചെയ്യുന്നു? അത് വെറുക്കുകയും അതിനെ നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ പാപമായിട്ട് അതിനെ എണ്ണിയിരിക്കുകയാണ്. എന്നിട്ട് ഇമാം അവർ പറയുന്നു, വഅസ്ലു ശിർക്കി ബില്ലാഹ് അൽ ഇശ്റാഖു ഫിൽ മഹബ്ബ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ പോയിട്ടുണ്ടാവും, അള്ളാഹുവിൽ ശിർക്ക് ചേർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അൽ ഇശ്റാഖു ഫിൽ മഹബ്ബ, മഹബ്ബത്തിലുള്ള പങ്കു ചേർക്കലാണ്. അപ്പോൾ ശിർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ പങ്കു ചേർക്കലാണ് ശിർക്കിൻ്റെ അടിസ്ഥാനം. ഏത് ഇനം ശിർക്ക് എടുത്തോ, ഒരാൾ എങ്ങനെയൊക്കെ ശിർക്ക് ചെയ്യുന്നോ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദ, ജനങ്ങളിലുണ്ട് ചില ആളുകൾ, അവർ അള്ളാഹുവിന് പുറമേ അന്താദുകളെ സ്വീകരിക്കുന്നു, സമന്മാരെ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ,
അവർ ഈ നിദ്ദുകളെ സമന്മാരെ സ്നേഹിക്കുന്നു. ഏതുപോലെ? കഹുബില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ. എന്നാൽ വല്ലദീന ആമനൂ അഷദ്ദു ഹുബ്ബല്ലില്ല, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായി സ്നേഹം ഉള്ള ആളുകളാണ്. ഫഅഖ്ബറ സുബ്ഹാനഹു അന്ന മിനൻ നാസി മൻ യുശ്രികു ബിഹി നിദ്ദ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു നൽകുന്നത്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് ചില സമന്മാരെ പങ്കു ചേർക്കുകയാണ്. എന്നിട്ട് യുഹിബ്ബുഹു കമാ യുഹിബ്ബുല്ലാഹ്, അവർ ആ നിദ്ദുകളെ സമന്മാരെ സ്നേഹിക്കുന്നു. ഏതുപോലെ? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ. വഅഖ്ബറ അന്നല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയാണ്, മുഅ്മിനീങ്ങളാകട്ടെ അള്ളാഹുവിനോടാണ് അവർക്കെന്ത്? കഠിനമായ സ്നേഹമുള്ളത്. മിൻ അസ്ഹാബിൽ അന്താദി ലി അന്താദിഹിം, ഈ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കിയ ആളുകൾ അവരുടെ ഈ പങ്കാളികൾക്ക് എങ്ങനെയാണോ ഉള്ള സ്നേഹം എത്രയാണോ അതിനേക്കാൾ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹം പുലർത്തുന്നവരാണ് ആര്? മുഅ്മിനീങ്ങൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജനങ്ങളിൽ ചില ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? അവർ നിദ്ദുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിദ്ദുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? അവർ അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ ഇവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിദ്ദുകൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? മഹബത്താണ്, അവരോടുള്ള സ്നേഹമാണ് ഈ പറയുന്ന. അതായത് ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പോലെ തന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹത്തെ, ഈ വിഷയത്തിൽ അള്ളാഹുവിനെ വേറൊരാളെയും എന്ത് ചെയ്തു? സമനാക്കി എന്നർത്ഥം. മനസ്സിലാണ്ടോ? അതായത് വേറൊരാളെ സ്നേഹിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഈ പറയുന്ന മഹബത്ത് ദുല്ലോട് കൂടിയിട്ട് ഈ അങ്ങേയറ്റത്തെ ഒരു നിന്ദിതയും നിസ്സാരതയും വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ കൊടുക്കുന്ന ആ ഹുബ്ബ് അള്ളാഹുവിനോടാണ് പാടുള്ളൂ. ആ ഹുബ്ബ് വേറൊരാൾക്കും കൊടുക്കുന്നു എന്നർത്ഥം. അപ്പം എന്ത് ചെയ്ത് മാറി? അള്ളാഹുവിനെ വേറൊരാളെ അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ എന്താക്കി? തുല്യനാക്കി, നിദ്ദാക്കി, പകരക്കാരനാക്കി. വഖീല പറയപ്പെട്ടിരിക്കുന്നു, ബലിൽ മഅന, ഇതിന്റെ അർത്ഥം അന്നഹും അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം കുഫാറുകൾ അല്ലെങ്കിൽ ഈ നിദ്ദുകളെ സ്വീകരിക്കുന്നവർ അള്ളാഹുവിനോട് കഠിനമായി സ്നേഹമുള്ളവരായിരുന്നു. ഫഇന്നഹും വഇൻ അഹബ്ബുല്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ലാകിൻ ലമ്മാ ശരികു ബൈനഹു വബൈന അന്താദിഹിം, അവരുടെ സ്നേഹത്തെ എന്ത് ചെയ്തു? അവരുടെ അള്ളാഹുവിൻ്റെയും അവരുടെ നിദ്ദുകളുടെയും ഇടയിൽ അതിനെന്ത് ചെയ്തു? അവർ പങ്കാക്കി. സ്വാഭാവികമായിട്ട് ഒന്നിലേക്ക് മാത്രം പോകേണ്ട ഒരു വസ്തു രണ്ടാക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ശക്തി കുറയും. അപ്പോൾ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടിരുന്ന ഈ സ്നേഹത്തെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെയും അവരുടെ നിദ്ദുകളുടെയും ഇടയിൽ അവരെന്ത് ചെയ്തു? പങ്കാക്കി. ഫിൽ മഹബത്ത്, ഈ മഹബത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ലഉഫത്ത് മഹബത്തുഹും ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹം എന്ത് ചെയ്തു? ബലഹീനമായി, ദുർബലമായി. വൽ മുവഹിദൂൻ, എന്നാൽ മുവഹിദീങ്ങളുടെ കാര്യമോ? വൽ മുവഹിദൂന ലില്ലാഹ്, അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന മുവഹിദീങ്ങളായ ആളുകൾ, ലമ്മാ ഖലുസത് മഹബത്തുഹും ലഹു, അവർ അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി എന്ത് ചെയ്തപ്പോൾ? സ്നേഹിച്ചപ്പോൾ. വേറെ ആർക്കും ആ പങ്കു കൊടുത്തിട്ടില്ല മഹബത്തിൽ. കാനത്ത് അഷദ്ദ മിൻ മഹബത്തി ഉലൈക, അപ്പോൾ അത് ഇവരുടെ മഹബത്തിനേക്കാൾ എന്ത് ചെയ്തു? ശക്തമായ മഹബത്തായി. ഇവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, കുഫാറുകളും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, മുശ്രിക്കീങ്ങളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം അവരുടെ നിദ്ദുകൾക്കും ഭാഗിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ത് ചെയ്തു? അവരുടെ ദുർബലമായി. എന്നാൽ മുവഹിദീങ്ങൾ അവരുടെ സ്നേഹം എന്ത് ചെയ്യുന്നു? സമ്പൂർണമായി അള്ളാഹുവിനെ സമർപ്പിച്ചപ്പോൾ അവരുടെ സ്നേഹം ഇവരുടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ എന്തായി മാറി? ശക്തമായി മാറി. വൽ അദ്ലു ബി റബ്ബിൽ ആലമീൻ വത്തസ്വിയതു ബൈനഹു വബൈനൽ അന്താദ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഒരു പകരക്കാരനെ നിശ്ചയിക്കൽ, അവനെ സമനുണ്ടാക്കൽ, അവൻ്റെയും അവൻ്റെ അന്താദുകളുടെയും നിദ്ദുകളുടെയും ഇടയിൽ സമനെ ഉണ്ടാക്കുക എന്നുള്ളത് ഹുവ ഫി ഹാദിഹിൽ മഹബ്ബത്തി, അത് ഈ മഹബ്ബത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഈ മഹബ്ബത്തിലാണ് എന്ത്? യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്നത് ഇവിടെയാണ്. കമാ തഖദ്ദം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഷിർക്കിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം, ബേസ്മെന്റ് എവിടെയാണ് കിടക്കുന്നത്? ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ്. അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക? പിന്നെ ബാക്കിയുള്ള ഇബാദാത്തിൻ്റെ ഇനങ്ങളെല്ലാം പലതും എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ആരാധ്യർക്ക് സമർപ്പിക്കുന്നത്
ഇതിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. അതുകൊണ്ട് വലമ്മാ കാന മുറാദുല്ലാഹി മിൻ ഖൽഖിഹി ഖുലൂസ് ഹാദിഹിൽ മഹബ്ബത ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഈ അവനോടുള്ള മഹബ്ബത്തിലുള്ള ഈ നിഷ്കളങ്കത, അതാണ് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത്. കളങ്കരഹിതമായി കൊണ്ട് എന്ത് ചെയ്യണം? ശുദ്ധമായ സ്നേഹം സൃഷ്ടികളിൽ നിന്ന് അവന് ലഭിക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ മുറാദ്. അവരെ സൃഷ്ടിച്ചതിലുള്ള മുറാദ് അതാണ് അവരെ ഇബാദത്തിന് വേണ്ടിയാ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കളങ്കരഹിതമായ സ്നേഹം അള്ളാഹു കിട്ടുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യമെന്നിരിക്കെ അൻകറ അലാ മൻ ഇത്തഖദ മിൻ ദൂനിഹി വലിയൻ ഔ ഷഫീഅൻ ഗായത്തൽ ഇൻകാർ. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ കൂട്ടാളികളെ, വലിയകളെ അല്ലെങ്കിൽ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ അങ്ങേയറ്റത്തെ എതിർപ്പ് അള്ളാഹു അവരിൽ മേൽ എന്ത് ചെയ്തു? അറിയിച്ചു. കാരണം ഇവർ ശുപാർശകരിലേക്ക് ശുപാർശ തേടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള ഔലിയാക്കളെ സ്വീകരിക്കാതെ അള്ളാഹുവിലേക്ക് നേരിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അടുക്കേണ്ടത്. പക്ഷെ അതിന് കൂട്ടാക്കാതെ ഇവർ ഇടയിൽ എന്ത് ചെയ്തപ്പോൾ വലിയകളെയും അതേപോലെ തന്നെ ഷഫീഅകളെയും സ്വീകരിച്ചപ്പോൾ അള്ളാഹു അതിനെ കഠിനമായിട്ട് എന്ത് ചെയ്തു? എതിർത്തു. വജംഉ ദാലിക താറതൻ വഇഫ്റാദു അഹദിഹിമാ അനിൽ ആഖർ. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഈ വലിയനെയും ഷഫീഅനെയും സ്വീകരിച്ചവരെ എതിർക്കുന്നത് ഒരേ സമയത്ത് ഒരേ ആയത്തിൽ തന്നെ അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ചില സമയത്ത് ഒന്നിൽ നിന്ന് വേറൊന്നിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും പറയുന്നത് കാണാം. ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായവനാണ് അല്ലാഹു. വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം, അത് അവകൾക്കിടയിലുള്ളവകളെയും 6 ദിവസങ്ങളിലായി അവൻ സൃഷ്ടിച്ചു. സുമ്മ സ്തവാ അലൽ അർശ്, എന്നിട്ട് അർശിന്റെ മേൽ അവൻ ഇസ്തിവാ ചെയ്തു. മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ്, എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ്, അവനെ കൂടാതെ ഒരു വലിയും നിങ്ങൾക്കില്ല, ഒരു ഷഫീഉം നിങ്ങൾക്ക് ഇല്ല. അവനെ കൂടാതെ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കൂട്ടാളിയായിട്ട് ഒരു വലിയ എന്തില്ല, വേറെ ആരും തന്നെ ഇല്ല. നിങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനും ആരും തന്നെ ഇല്ല. അഫലാ തതക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നല്ലാഹു ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വഖാല തആല വഅൻദിർ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുക, നബിയെ ഈ ഖുർആൻ കൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്ക്, താക്കീത് കൊടുക്ക്. അല്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യും വലാ ഷഫീഅ്, അള്ളാഹുവിനെ കൂടാതെ അവർക്കൊരു കൂട്ടാളിയില്ല, ഒരു വലിയില്ല, അതേപോലെ തന്നെ അവർക്കൊരു ഷഫീഉമില്ല. ലഅല്ലഹും യത്തഖൂൻ, അവരെന്ത് ചെയ്തേക്കാം? ചിലപ്പോൾ തഖ്വയുള്ളവരായേക്കാം. വഖാല ഫിൽ ഇഫ്രാദി, ഇതിന് ഒന്നിനെ വേറൊന്നിനോട് തനിപ്പിച്ച് ചില സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നത് കാണാം. അള്ളാഹു പറയുന്നു, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അള്ളാഹുവിനെ കൂടാതെ അവർ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ, നബി അവരോട് ചോദിക്കുക, അവലൗ കാനൂ ലാ യംലികൂന ഷൈഅൻ വലാ യഅഖലൂൻ, ആ ശുപാർശകർ അവർ ഒന്നും ഉടമപ്പെടുത്താത്തവരാണെങ്കിലോ, ഒരു കാര്യത്തിലും അവർക്ക് ഒരു അവകാശവുമില്ലാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണെങ്കിലോ എന്നവരോട് ചോദിച്ചു നോക്ക്. വഖാല തആല, വേറെടുത്ത് പറയുന്നു, മിൻ വറാഇഹിം ജഹന്നം, അവർക്ക് പിന്നിലുള്ളത് ജഹന്നമാണ് മരണത്തിന് ശേഷം. വലാ യുഗ്നി അൻഹും മാ കസബൂ ഷൈഅൻ, അവർ സമ്പാദിച്ചു കൂട്ടിയത് അവർക്ക് എന്ത് ചെയ്യൂല, ഉപകാരം ചെയ്യുകയില്ല. വലാ മത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുന്ന ഔലിയാക്കളൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല. വലഹും അദാബുൻ അദീം, വളരെ ഗുരുതരമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിരിക്കുകയാണ്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ രക്ഷാധികാരികളായിട്ട് കൂട്ടാളികൾ എന്ത് ചെയ്യേണ്ടതില്ല, സ്നേഹിക്കേണ്ടതില്ല. അവരെ നിങ്ങൾ വലിയകളെ സ്വീകരിക്കേണ്ടതില്ല, ശുഫാക്കളെ സ്വീകരിക്കേണ്ടതില്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇമാം അവറുകൾ അതിന് വിശദീകരിക്കുകയാണ്, ഫഇദാ വാലൽ അബ്ദു റബ്ബ, എന്നാൽ ഒരു അടിമ എന്ത് ചെയ്യുന്നു? ഫഇദാ വാലൽ അബ്ദു റബ്ബഹു വഹദ, ഒരു അടിമ അവന്റെ റബ്ബിനെയാണ് നേരെ വലിയാക്കുന്നത് എങ്കിൽ, അവന്റെ രക്ഷാധികാരിയായിട്ട് അവന്റെ സംരക്ഷകനായിട്ട്
ഒരടിമ അള്ളാഹുവിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അവൻ സ്വീകരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഖാമ ലഹു അഷ്ഫാ, അള്ളാഹു എന്ത് ചെയ്യും, ഇവന് ശുപാർശ പറയാൻ ശുഫാക്കളെ അള്ളാഹു നേരിട്ട് എന്ത് ചെയ്യും, നിശ്ചയിക്കും. അപ്പോൾ ശുപാർശകരുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹു ആർക്ക് ശുപാർശ ചെയ്യാനാണോ അനുമതി കൊടുക്കുന്നത് അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ ശുപാർശ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ശുപാർശ എന്ത് ചെയ്യേണ്ടതില്ല, സൃഷ്ടികളോട് തേടേണ്ടതില്ല. അവരോടല്ല ശുപാർശ തേടേണ്ടത്, നിങ്ങൾ നേരെ അള്ളാഹുവിനോടാണ്. അവൻ്റെ രക്ഷാധികാരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. വേറൊരു കൂട്ടാളികൾ നീ എന്ത് ചെയ്യേണ്ടതുണ്ട, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ടതില്ല. മാത്രമല്ല ആരെങ്കിലും അള്ളാഹുവിനെ അങ്ങനെ രക്ഷാധികാരിയായി അവനെ മാത്രം സ്വീകരിച്ചാൽ മുഅ്മിനീങ്ങളായ മറ്റുള്ള അടിമകളുടെയും ഇവന്റെയും ഇടയിൽ അള്ളാഹു എന്ത് ചെയ്യും, ഒരു മുവാലാത്ത് സ്ഥാപിച്ചു കൊടുക്കും. അവർ തമ്മിൽ പരസ്പരം എന്തുള്ളവരായിട്ട്, സ്നേഹബന്ധമുള്ളവരായി, വലിയകളായി എന്ത് ചെയ്യും, അള്ളാഹു അവരെ മാറ്റും. ഫസാറു ഔലിയാഅഹു ഫില്ലാ, അങ്ങനെ അവർ ഒന്നടങ്കം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഔലിയാക്കളാകും. ബിഖിലാഫി മൻ ഇത്തഖദ മഖ്ലൂഖൻ വലിയ്യൻ മിൻ ദൂനില്ലാ, എന്നാൽ അള്ളാഹുവിന് പുറമെ എന്ത് ചെയ്താൽ വേറെ സൃഷ്ടികളെ വലിയാക്കിയ ആളുകളെ കൂടാതെ അവർക്ക് സംഭവിക്കുന്നത് ഇതല്ല, അവർക്ക് രക്ഷയില്ല എന്നർത്ഥം. മുശ്രിക്കീങ്ങൾ എന്താണ് പറഞ്ഞത്, അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്ത് ചെയ്യുന്നു, മലായിക്കത്തിനെ, ജിന്നുകളെ, അതല്ലെങ്കിൽ വലിയകളെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, വിഗ്രഹങ്ങളെ, ഇവകളൊക്കെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഇവകളൊക്കെ എന്ത് ചെയ്തു, വലിയകളാക്കി. അവർക്കങ്ങനെ ഇബാദാത്തുകൾ അർപ്പിച്ചു. അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹം എന്ത് ചെയ്തു, ഇവർക്ക് കൊടുത്തു. ഈ ദില്ലോടുകൂടിയ ഹുദൂഓടുകൂടിയ സ്നേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന സൃഷ്ടികൾക്ക് കൊടുത്തു. അത് മുഖേന അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് രക്ഷയില്ല എന്നാണ്, അവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക. എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിനാണ് നേരെ ഒരാൾ എന്ത് ചെയ്തു, ഈ പറയുന്ന സ്നേഹം കൊടുത്തത്, ഇബാദാത്തുകൾ അർപ്പിച്ചത്. അള്ളാഹുവിനെയാണ് ഒരാൾ വലിയായി സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു അവന് ലഭിക്കാനുള്ള ശുപാർശകരെ അള്ളാഹു നിശ്ചയിക്കും. മുഅ്മിനീങ്ങളായ മറ്റുള്ള അബ്ദുകളെ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഔലിയാക്കളായിട്ട് എന്ത് ചെയ്യും, ഇവരുടെ ഇടയിൽ ഒരു ബന്ധം അള്ളാഹു സ്ഥാപിച്ചു കൊടുക്കും. ഫഹാദാ ലൗനുൻ വദാക ലൗൻ, ഇതൊരു വർണ്ണമാണ്, മറ്റത് വേറൊരു വർണ്ണമാണ്. നേരിട്ട് അള്ളാഹുവിന് വലിയായി സ്വീകരിക്കുന്നത് ഒന്നാണ്, അതല്ലാതെ ഇടയിൽ വേറെ വലിയകൾ സ്വീകരിക്കുന്നത് വേറൊരു വർണ്ണമാണ്. കമാ അന്ന ഷഫാഅത്ത ശിർകിയത്തൽ ബാതില ലൗനുൻ, ഏതുപോലെ ശിർകിയായ ഷഫാഅത്ത് അത് ബാത്തിലായ വേറൊരു വർണ്ണമാണ്. വശഫാഅത്തൽ ഹഖ്ഖ സാബിതത്തല്ലതി ഇന്നമാ തുനാലു ബിത്തൗഹീദ് ലൗനുൻ, തൗഹീദ് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഹക്കായ ഷഫാഅത്ത് ഉണ്ട്, അത് വേറെ കാര്യമാണ്. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ ഒരു കിതാബ് തന്നെ എന്തുണ്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഔലിയാ ഉർ റഹ്മാനിൻ്റെയും ഔലിയാ ഉർ ഷൈത്വാനിൻ്റെയും ഇടയിലുള്ള ഫർക്ക്, വഹാദാ മൗദിഉ ഫുർഖാനിൻ ബൈന അഹ്ലി തൗഹീദ് വ അഹ്ലിൽ ഇശ്റാഖ്, ശിർക്കിന്റെ ആളുകളുടെയും തൗഹീദിന്റെ ആളുകളുടെയും ഇടയിലുള്ള ഫുർഖാൻ, വേർതിരിവ് മനസ്സിലാക്കി തരുന്ന മൗദിഉ ഇതാണ്. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ മുസ്തഖീമായ വഴിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. ഫൽ മഖ്സൂദ്, അപ്പോൾ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അന്ന ഹഖീഖത്തൽ ഉബൂദിയ്യ, ഉബൂദിയ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ലാ തഹ്സുലു മഅൽ ഇശ്റാകി ബില്ലാഹി ഫിൽ മഹബ്ബ, അത് എന്ത് ചെയ്യാൻ പറ്റൂല, സാധിക്കുകയില്ല. മഹബ്ബത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് ഷിർക്ക് വയ്ക്കുന്നതിനോടുകൂടെ ഈ പറയുന്ന ഉബൂദിയ്യത്ത് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അവൻ സ്നേഹം കൊടുക്കേണ്ടത് ആർക്കായിരിക്കണം, അള്ളാഹുവിനോടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മഹബ്ബത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം, അത് കൊടുക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം. അത് അള്ളാഹു അല്ലാത്ത വേറൊരു സൃഷ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉബൂദിയ്യത്തിന്റെ ഹഖീഖത്ത് ഒരാൾക്ക് കരഗതമാക്കാൻ സാധിക്കുകയില്ല. ബിഖിലാഫിൽ മഹബ്ബത്തിലില്ല, എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബ്ബത്തിന് എതിരായിട്ട് അത് എന്താണ് ആവശ്യമുള്ള. ഇപ്പോൾ സ്നേഹം നേരിട്ട് സൃഷ്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇനി ഇത് എന്താണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സ്നേഹമുണ്ട്, അത് പ്രശ്നമുള്ള സ്നേഹമല്ല. ഫഇന്നഹാ മിൻ ലവാസിമിൽ ഉബൂദിയ്യത്തി വ മൂജിബാത്തിഹ, അത് അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്തിന്റെ അനിവാര്യ താല്പര്യങ്ങളിൽപ്പെട്ടതാണ്, മുജിബാത്തുകളിൽപ്പെട്ടതാണ്, നിർബന്ധമായും വേണ്ടതാണ്.
അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. ഫഇന്ന മഹബ്ബത്ത റസൂൽ, ഉദാഹരണം പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ബൽ തഖ്ദീമുഹു ഫിൽ ഹുബ്ബി അലൽ അൻഫുസി വൽ ആബാഇ വൽ അബ്നാ, നബിയോടുള്ള സ്നേഹം എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നഫ്സിനേക്കാൾ, അതല്ലെങ്കിൽ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ നബിയോടുള്ള സ്നേഹത്തെ മുന്തിക്കുക എന്നുള്ളത്, അത് ലാ യത്തിമുൽ ഈമാനു ഇല്ലാ ബിഹ, അതുകൊണ്ടല്ലാതെ ഈമാൻ എന്ത് ചെയ്യൂല, പൂർണ്ണമാവുകയില്ല. അപ്പൊ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഇത് കാരണം മഹബ്ബത്തുഹു മിൻ മഹബ്ബത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. വകദാലിക കുല്ലു ഹുബ്ബിൻ ഫില്ലാഹി വലില്ലാ, അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അവന് വേണ്ടിയുള്ള സ്നേഹവും ഇതേപോലെ തന്നെയാണ്. കമാ ഫി സ്വഹീഹൈനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതുപോലെ, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിലാണോ ഈ 3 കാര്യങ്ങൾ ഉള്ളത്, വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, അത് മുഖേന അവന് ഈമാൻ രുചിക്കാൻ സാധിക്കും, അതിൻ്റെ മാധുര്യം അവൻ അറിയാൻ സാധിക്കും. വഫീ ലഫ്ളിൻ ഫി സ്വഹീഹ്, മറ്റൊരു റിവായത്ത് പ്രകാരം ഇപ്രകാരമാണ്, ലാ യജിദു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം ലഭിക്കുകയില്ല, ഇല്ലാ മൻ കാന ഫീഹി സലാസു ഖിസാലിൻ, 3 കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവനല്ലാതെ. ഏതാണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവും റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായി മാറുക, മിമ്മാ സിവാഹുമ, അവർ അല്ലാത്ത കാര്യങ്ങൾക്ക്. അപ്പോൾ അള്ളാഹുവും റസൂലുമായിരിക്കണം അവന് അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടുമായിരിക്കണം. വഅൻ യുഹിബ്ബൽ മർഅ, അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, വേറൊരാൾ ഇഷ്ടപ്പെടുന്നു, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവൻ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. വഅൻ യക്റഹ അൻ യർജിഅ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻ, അതേപോലെ തന്നെ കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു, അള്ളാഹു അവനെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം. കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ, ഏതുപോലെ വെറുക്കുന്നു, അവനെ തീയിലേക്ക് ഇടപെടുന്നതിന് എങ്ങനെയാണോ വെറുക്കുന്നത് അതേപോലെ കുഫറിലേക്ക് പോകുന്നത്. ഈ 3 കാര്യം ആരിലാണോ ഉള്ളത് അവനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈമാനിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം രുചിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉബൂദിയ്യത്തിന്റെ ഭാഗമാണ്. അതൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്തല്ല, അത് അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്തിന് കോട്ടം പറ്റുന്ന കാര്യമല്ല, അത് ഉബൂദിയ്യത്തിന്റെ താല്പര്യങ്ങളിൽപ്പെട്ടതാണ്, അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഫിൽ ഹദീസിൽ ലദീ ഫി സുനൻ മൻ അഹബ്ബ ലില്ലാ, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, വ അബ്ഗദ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്നത് ആരാണോ, അപ്പൊ സ്നേഹിക്കുകയും ചെയ്യണം, വെറുക്കുകയും ചെയ്യണം. വ അഅതാ ലില്ലാ വ മനഅ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ആരാണോ കൊടുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി ആരാണോ തടയുന്നത്, കൊടുക്കാതിരിക്കുന്നത്, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ എന്ത് ചെയ്തിരിക്കുന്നു, സമ്പൂർണ്ണമായിരിക്കുന്നു. വഫീ ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം, മാ തഹാബ്ബ റജുലാനി ഫില്ലാ, 2 മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നില്ല, ഇല്ലാ കാന അഫ്ളലുഹുമാ അശദ്ദഹുമാ ഹുബ്ബൻ ലിസ്വാഹിബി, എങ്ങനെയല്ലാതെ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരായിരിക്കും, തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും കഠിനമായി സ്നേഹമുള്ളവനായിരിക്കും. അപ്പോൾ പരസ്പരം മുഅ്മിനീങ്ങൾ തമ്മിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളത്, അത് ഉബൂദിയ്യത്തിന്റെ ഭാഗം തന്നെയാണ്, അള്ളാഹുവിനോട് സമർപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത് മുഅ്മിനീങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക, സ്നേഹിക്കുക. അത് സ്വഹാബികളുടെയും അതേപോലെ തന്നെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളുടെയും എല്ലാം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കാണാൻ സാധിക്കും. അതൊരു ഇബാദത്തായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ഒരാളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ സ്നേഹിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട്, അവൻ എത്ര തിന്മയുള്ളവനാകട്ടെ, അല്ലെങ്കിൽ എത്ര ഉപദ്രവം നമ്മളോട് കാട്ടിയവനാകട്ടെ, നമ്മളെത്ര ഉപദ്രവിച്ചവനാകട്ടെ, അവൻ മുവഹീദാണോ അല്ലെങ്കിൽ മുഅ്മിനാണോ മുസ്ലിമാണോ, അവനോട് എന്ത് ചെയ്തിരിക്കണം, നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. അത് ഒരു ഇബാദത്തായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നടപ്പിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ
വീണ്ടും കാണാം ഇമാം അവറുകൾ പറയുന്നു ഫഇന്ന ഹാദിഹിൽ മഹബ്ബ, ഈ പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള സ്നേഹം മിൻ ലവാസിമി മഹബ്ബത്തില്ലാഹി തആല വ മുജിബാത്തിഹ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ലവാസിമുകളിൽപ്പെട്ടതാണ്, അനിവാര്യമായ താല്പര്യങ്ങളിൽപ്പെട്ടതാണ്, അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. വകുല്ലമാ കാനത് അഖ്വ, അത് എത്ര ശക്തി ആർജിക്കുന്നുവോ കാന അസുലുഹ കദാലിക്, അതിൻ്റെ അസുലും എന്ത് ചെയ്യും? ശക്തി ആർജിക്കും. അസുൽ എന്താണ്? അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സ്നേഹം ശക്തി ആർജിക്കുമ്പോൾ ഇതും എന്ത് ചെയ്യും? ശക്തി ആർജിക്കുന്നതാണ് എന്നതാണ്. അതിനുശേഷം മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നു വഹാഹുന അർബഅതു അൻവാഇൻ മിനൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ 4 ഇനങ്ങൾ കൂടിയുണ്ട്. യജിബു തഫ്രീഖു ബൈനഹ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമാണ്. വഇന്നമാ ضل من ضل بعدم التمييز بينها, പിഴച്ചവൻ പിഴച്ചിരിക്കുന്നു, ഇതിനെ എന്ത് ചെയ്തപ്പോൾ? വേർതിരിക്കേണ്ടതുപോലെ വേർതിരിക്കാതിരുന്നപ്പോൾ. അപ്പോൾ അതിന് വേർതിരിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അഹദുഹ മഹബ്ബത്തുള്ള, അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. വലാ തക്ഫി വഹദഹ ഫിൻ നജാതി മിൻ അദാബില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ. വൽ ഫൗസി ബി സവാബി, അള്ളാഹുവിൻ്റെ സവാബ് കൊണ്ട് ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രം എന്താവില്ല? സാധ്യമാവുകയില്ല. കാരണം ഫഇന്നൽ മുശ്രിക്കീൻ വഉബ്ബാദ സ്വലീബി വൽ യഹൂദ വഗൈറഹും യുഹിബ്ബൂനല്ലാഹ്, മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അതേപോലെ തന്നെ ഉബ്ബാദു സ്വലീബ്, കുരിശിനെ ആരാധിക്കുന്നവർ, അവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അതേപോലെ തന്നെ വൽ യഹൂദ്, ജൂതന്മാർ, അവരും എന്താണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. എന്നതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. അള്ളാഹുവിൻ്റെ സവാബ് അവർക്ക് എന്ത് ചെയ്യൂല? ലഭിക്കുകയില്ല, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. പിന്നെ എന്താണ് ഒരാളെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്? അസ്സാനി മഹബ്ബത്തു മാ യുഹിബ്ബുല്ലാ, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വഹാദിഹി ഹിയല്ലതീ തുദ്ഖിലുഹു ഫിൽ ഇസ്ലാം, അതാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വതുഖ്രിജുഹു മിനൽ കുഫർ, കുഫറിൽ നിന്ന് ഒരാളെ പുറത്തു കടത്തുന്നതും അത് തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇസ്ലാമിനെ, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അതിനെ സ്നേഹിക്കുന്നു. അള്ളാഹു അമ്പിയാക്കളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. അള്ളാഹു കുഫറിനെ വെറുക്കുന്നു, അതുകൊണ്ട് ഇവനെന്ത് ചെയ്യുന്നു? അതിനെ വെറുക്കുന്നു എന്നുള്ള രീതിയിൽ. വഅഹബ്ബുന്നാസി ഇലല്ലാഹി അഖ്വമുഹും ബിഹാദിഹിൽ മഹബ്ബ വഅശദ്ദുഹും ഫിഹാ, അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും അഖ്വമായവൻ, ഏറ്റവും നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവൻ ആരാണ്? ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവൻ ആരാണ്? അവനാണ് ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ ഇനം. അതാണ് ഒരാളെ കുഫറിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പുറത്ത് കടത്തി ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അസ്സാലിസു, മൂന്നാമത്തേത് അൽ ഹുബ്ബു ലില്ലാഹി വഫീഹി, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യലാണ്? സ്നേഹിക്കലാണ്. വഹിയ മിൻ ലവാസിമി മഹബ്ബത്തി മാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞല്ലോ, ആ സ്നേഹത്തിൻ്റെ ലാസിമിൽപ്പെട്ടതാണ്, അത് അനിവാര്യമാക്കി തീർക്കുന്ന കാര്യപ്പെട്ടതിൽപ്പെട്ടാണിത്. അവൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? അവന് വേണ്ടിയിട്ട് സ്നേഹിക്കുക എന്നുള്ളത്. വലാ തസ്തഖീമു മഹബ്ബത്തു മാ യുഹിബ്ബു ഇല്ലാ ഫീഹി വലഹു, അവൻ ഇഷ്ടപ്പെടുന്നതിനോടുള്ള ഇഷ്ടം അത് സാധ്യമാവുകയില്ല, നേരെയാവുകയില്ല. ഇല്ലാ ഫീഹി വലഹു, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം, എന്നാലല്ലാതെ അവന് വേണ്ടിയായിരിക്കണം, എന്നാലല്ലാതെ എന്താവില്ല? ആ സ്നേഹം നേരെയാവുകയില്ല. അതാണ് അപ്പോൾ മൂന്നാമത്തെ ഇനം. ഒന്നാമത്തെ ഇനം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അത് മാത്രം ഒരാൾ എന്ത് ചെയ്യൂല? രക്ഷപ്പെടുത്തില്ല. രണ്ടാമത്തേത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. മൂന്നാമത്തേത് അള്ളാഹുവിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യലാണ്? ഇഷ്ടപ്പെടലാണ്. അറാബിഉ, നാലാമത്തേത് അൽ മഹബ്ബത്തു മഅ അല്ലാഹ്, അള്ളാഹുവിനോട് കൂടെ എന്ത് ചെയ്യുക? ആ മഹബ്ബത്തിൽ വേറൊരാളെ പങ്കുചേർപ്പിക്കുക എന്നുള്ളതാണ്. വഹിയൽ മഹബ്ബത്തു ശിർക്കിയ്യ, അത് ശിർക്കായ മഹബ്ബത്താണ്, സ്നേഹമാണ്. വകുല്ലു മൻ അഹബ്ബ ഷൈഅൻ മഅ അല്ലാഹ്, ഏതൊരാളാകട്ടെ അവൻ അള്ളാഹുവിനോട് കൂടെ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നു, ലാ ലില്ലാ, അതിനെ ഇഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. വലാ മിൻ അജ്ലിഹി, അവൻ്റെ അജ്ലിനല്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ല
അവൻ അതിനെ ഇഷ്ടപ്പെടുന്നത്. വലാഫിഹി അള്ളാഹുവിന്റെ മാർഗത്തിലുമല്ല അവൻ അതിനെ ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ ഫഖദ് ഇത്തഖദഹു നിദ്ദ, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ സമനാക്കിയിരിക്കുന്നു. മിൻ ദൂനിൽ, അള്ളാഹുവിനെ കൂടാതെ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവനെ സമനാക്കിയിരിക്കുകയാണ്. വഹാദിഹി മഹബ്ബത്തുൽ മുശ്രിക്കീൻ, ഇത് മുശ്രിക്കീങ്ങളുടെ മഹബ്ബത്താണ്. നാലാമത്തെ ഇനം, അള്ളാഹുവിനോട് കൂടെ എന്ത് ചെയ്യുക? വേറൊരു വസ്തുവിനെ സ്നേഹിക്കുക. അത് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമല്ല, അവൻ്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിനെ അവൻ അള്ളാഹുവിനെ കൂടാതെ എന്ത് ചെയ്തിരിക്കുകയാണ്? അള്ളാഹുവിന് സമനായി. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് എന്ത് ചെയ്തിരിക്കുന്നു? അവനെ തുല്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് വഹാദിഹി മഹബ്ബത്തുൽ മുശ്രിക്കീൻ, ഇതാണ് മുശ്രിക്കീങ്ങളുടെ മഹബ്ബത്ത്. അതായത് ഈ പറയുന്ന സ്നേഹത്തിൽ എന്തുണ്ടാകും? ഈ പറയുന്ന ദുല്ലത്ത്, നിന്ദ്യത അല്ലെങ്കിൽ വിനയം, ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായ മറ്റുള്ള വസ്തുക്കളോടുള്ള സ്നേഹമാണ്. അത് പാടില്ലാത്ത സ്നേഹമാണ്. അതിനുശേഷം മറ്റൊരു ഇനം കൂടി ഇമാം അവർ പറയുന്നു. വബഖിയ ഖിസ്മുൻ ഖാമിസുൻ, അഞ്ചാമതൊരു ഇനം കൂടി ഇവിടെയുണ്ട്. അത് ലൈസ മിമ്മാ നഹ്നു ഫീ, നമ്മൾ ഈ പറയുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നല്ല. അത് എന്താണത്? വഹിയൽ മഹബ്ബത്തു തബീഇയ്യ, തബീഇയ്യായ സ്നേഹമാണത്. അത് ഒരാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവൻ്റെ പ്രകൃതത്തിൽ ഉള്ളതായ സ്നേഹമാണ്. ആ സ്നേഹം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റൂല ഒരാൾക്ക്, അങ്ങനെയുള്ള സ്നേഹമാണത്. വഹിയ മൈലുൽ ഇൻസാനി ഇലാ മാ യുലാഇമു തബ്ഉഹു, അവൻ്റെ പ്രകൃതം അവനോട് ആവശ്യപ്പെടുന്നതായ ഒന്നിലേക്കുള്ള ചായ്വാണ് ആ സ്നേഹം. അത് അവൻ്റെ പ്രകൃതിയാലുള്ളതാണ്, ജന്മന ഉള്ളതായ സ്നേഹമാണ്. അത് അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമഹബ്ബത്തിൽ അതുഷാനിലിൽ മാ, എന്ത് ചെയ്യുന്നു? നല്ല ദാഹമുള്ള ഒരാൾക്ക് എന്തുണ്ടാവും? വെള്ളത്തോട് ഒരു സ്നേഹം ഉണ്ടാകും. അത് പ്രകൃത്യാ തനിയെ ഉണ്ടാകുന്നതാണ്. വൽ ജാഇഇ ത്വആം, നല്ല വിശപ്പുള്ള ആൾക്ക് ഭക്ഷണത്തോടുന്നുണ്ടാകും ഉണ്ടാകുന്ന സ്നേഹം. വ മഹബ്ബത്തിൻ നൗമി വസ്സൗജതി വൽ വലദി, അതേപോലെ തന്നെ ഉറക്കത്തോട്, ഭാര്യയോട്, മക്കളോട് എല്ലാം ഉണ്ടാകുന്ന സ്നേഹം. അത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റിവെക്കാൻ പറ്റൂല. അത് ഇല്ലാതെയാക്കാൻ സാധിക്കാത്ത ഒരു സ്നേഹമാണ്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യർക്കുണ്ടാകുന്നതാണ്. ഫതിൽക ലാ തുദമ്മു ഇല്ലാ ഇദാ അൽഹത അൻ ദിക്രില്ല, ഇങ്ങനെയുള്ള സ്നേഹം ആക്ഷേപാർഹമല്ല, അത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു സ്നേഹമല്ല. അത് മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അബൂ ത്വാലിബിന് ആ സ്നേഹം ഉണ്ടായിരുന്നു. അത് പ്രകൃതിയാലുള്ള സ്നേഹമാണ്, ആക്ഷേപാർഹമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം നന്മകൾ ചെയ്തു കൊടുത്തു. കാഫിറായിരുന്നു അദ്ദേഹം, പക്ഷെ നന്മകൾ ചെയ്തു കൊടുത്തു. അതേപോലെ ഇഹ്സാൻ ഇങ്ങോട്ട് ചെയ്യുന്ന ആളോടുണ്ടാകുന്ന ഒരു പ്രകൃതിയാലുള്ള സ്നേഹമാണത്. അതേപോലെ തന്നെ കുടുംബം ആണ്, കുടുംബ ബന്ധത്തോടുണ്ടാകുന്ന പ്രകൃതിയാലുള്ള സ്നേഹമാണത്. ആ സ്നേഹം എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റിവെക്കപ്പെടാൻ പറ്റാത്ത സ്നേഹമാണ്. ഒരാൾക്ക് അവൻ്റെ മനസ്സിൽ മുറിച്ച് നീക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യൂല? സാധിക്കാത്ത തരത്തിലുള്ളതായ സ്നേഹമാണത്. ഇത് ആക്ഷേപാർഹമല്ല. ഇല്ല ഇദാ അൽഹത അൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് അത് അവൻ എന്ത് ചെയ്തു? ലഘുവിലാക്കി, അവനെ അശ്രദ്ധനാക്കി എന്നാലൊഴികെ. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. അവൻ്റെ കുടുംബത്തോടുള്ള അവൻ്റെ സ്നേഹം, മക്കളോടുള്ള സ്നേഹം അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളിൽ നിന്ന് അവനെ തടുത്തു നിർത്തുന്നുണ്ടോ എന്നാലത് പ്രശ്നമാണ്. വശഗലത അൻ മഹബ്ബത്തിഹി, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിനെ തൊട്ട് ഇവനെ എന്ത് ചെയ്യുന്നു? ജോലിയിലാക്കുന്നു. അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാൻ ഇവനക്ക് സാധിക്കുന്നില്ല. ഇവന് ഈ വസ്തുക്കളോടുള്ള സ്നേഹം എന്ത് ചെയ്യാണ്? ഇവനെ ധാരാളം ജോലി തിരക്കിലാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് പ്രശ്നമാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കട്ടെ? നിങ്ങൾ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നിങ്ങൾ ലഹൂലാക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ തൊട്ട് തടസ്സമാകുന്നുണ്ടോ ഈ പറയുന്ന സ്നേഹങ്ങൾ? എങ്കിൽ അത് പ്രശ്നമാണ്. അതല്ല എങ്കിൽ അതെന്തല്ല, ആക്ഷേപാർഹമല്ല. വഖാല തആല, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, ചില ആണുങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അവരുടെ കച്ചവടങ്ങൾ അല്ലെങ്കിൽ തിജാറത്ത്, ബൈഅ്, ബിസിനസ്സുകൾ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ തൊട്ട് അവരെന്ത് ചെയ്യുന്നില്ല? അശ്രദ്ധമാക്കി കളയുന്നില്ല. അങ്ങനെ അശ്രദ്ധമാക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന വസ്തുക്കളോടുള്ള സ്നേഹം പ്രശ്നമാണ്. ഇവിടെ ഈ സ്നേഹം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പ്രത്യേകം പറയുന്നുണ്ട്,
ഈ പറയുന്ന തതയ്യുമില്, തഅബ്ബുദില്, അതിൻ്റെ ദർജയിലേക്ക് ഒരാൾ എത്തുമ്പോൾ അതിനെ മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് അപകടമാണ്. അതിനോട് കൂടെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന രീതിയിൽ എന്ത് വേണ്ടതുണ്ട്? ഖൗഫ് അതിനോട് കൂടെ ഉണ്ടാകേണ്ടതുണ്ട്, പേടി ഉണ്ടാകേണ്ടതുണ്ട്, പ്രതീക്ഷയും എന്ത് ചെയ്യേണ്ടതുണ്ട്? അവനിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതെവിടെയാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്യും? വഴിപഴയ്ക്കാനുള്ള സാധ്യതകൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന തഅബ്ബുദിനോടുകൂടെ, അതായത് തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ തന്നെയാണ്. അതിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് കൂടെ തന്നെ സ്നേഹം മാത്രമായി പോയി കഴിഞ്ഞാൽ എന്തായി മാറും? അത് മുൽഹിദീങ്ങളുടെ അല്ലെങ്കിൽ സൂഫി തരീഖത്തുകളുടെ ഇബാദത്തായി പോകും. അത് അപകടത്തിൽ കൊണ്ടെത്തിക്കും മനുഷ്യനെ. ഇനി ഇമാം അവറുകൾ പറയുന്നത് സ്പെഷ്യലായ ഒരു സ്നേഹത്തെ സംബന്ധിച്ചാണ്. അത് എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്നതായ സ്നേഹമല്ല. ഖുല്ലത്ത് എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പടിയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു